ഹായ് എവ്രിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ്. കുഴിയും കുക്കറും ഒന്നും ഇല്ലാതെ തന്നെ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ മന്തി ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മന്തി റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 2.5 ഗ്ലാസ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഏകദേശം 20 മിനിറ്റ് നമുക്ക് വെള്ളത്തിൽ കുതിർത്തി വെക്കാം. ഇനി മന്തിയിലേക്കുള്ള സ്പൈസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 6 ഏലക്ക എടുത്തിട്ടുണ്ട്. അത്ര തന്നെ ഗ്രാമ്പൂ, 2 ചെറിയ കഷ്ണം പട്ട, 1 ബേ ലീഫ്, 1 ടീസ്പൂൺ പച്ചമല്ലി, 1/2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ വലിയ ജീരകം, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ 1 ഉണക്കനാരങ്ങ. അപ്പോൾ ഇത്ര സ്പൈസസ് ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത്, ഞാനൊരു സവാള എടുക്കുന്നുണ്ട്, പിന്നെ 1 തക്കാളി, ഇത് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാനുള്ളതാണ്. പിന്നെ 3 പച്ചമുളക് എടുക്കുന്നുണ്ട്. ഇത് നല്ല എരിവുള്ള മുളകാണെങ്കിൽ അതിനനുസരിച്ച് എടുത്താൽ മതിയാകും. മന്തി അത്ര സ്പൈസി ഉള്ള സാധനമല്ലല്ലോ. പിന്നെ 2 ചിക്കൻ ക്യൂബും കൂടി എടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു പാന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഉണക്കനാരങ്ങ ഒഴികെയുള്ള എല്ലാ സ്പൈസസും ഇട്ട് കൊടുത്തൊന്ന് ജസ്റ്റ് ഒന്നെല്ലാം പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പച്ചമണം മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. 3 ഗ്ലാസ് വെള്ളമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. 2.5 ഗ്ലാസ് ബസ്മതി റൈസാണ് ഞാനിപ്പോൾ മന്തി ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. അത് വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നുണ്ട്. വെള്ളത്തിൽ കുതിർത്ത് വെച്ച അരിക്ക് 1 ഗ്ലാസ് അരിയിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന അളവാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അതായത് 2.5 ഗ്ലാസ് അരിയിലേക്ക് മൊത്തം 3.25 ഗ്ലാസ് വെള്ളം മതിയാകും നമുക്ക് ചോറായി കിട്ടാനായിട്ട്. അതിൽ 3 ഗ്ലാസ് വെള്ളം ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ 1 ചിക്കൻ ക്യൂബ് ഇട്ട് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് പൊടിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതോ പെട്ടെന്ന് അലിഞ്ഞ് കിട്ടിക്കോളും. 2 ചിക്കൻ ക്യൂബാണ് ആകെ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ 1 ചിക്കൻ ക്യൂബാണ് ഈ ഒരു വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചിക്കൻ ക്യൂബ് അലിഞ്ഞതിന് ശേഷം ഉപ്പ് ടേസ്റ്റ് നോക്കിയതിന് ശേഷം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം നമുക്ക്. ചില ക്യൂബിൽ ഉപ്പ് കുറച്ച് അധികം ഉണ്ടാകും. അപ്പോൾ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ചിക്കൻ ക്യൂബ് നന്നായിട്ട് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. വലിയ 4 പീസായിട്ട് സ്കിന്നോട് കൂടിയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ 4 പീസും വെള്ളത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചൊരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ആ ഒരു സമയം കൊണ്ട് ഞാൻ മറ്റൊരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബസ്മതി റൈസ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ചോറ് നല്ല രീതിയിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ചിക്കൻ ഏകദേശം ഇവിടെ 5 മിനിറ്റ് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. 4 പീസും മറിച്ചിട്ട് കൊടുക്കണം. 5 മിനിറ്റിന് ശേഷം തുറന്നിട്ടാണ് മറിച്ചിട്ട് കൊടുക്കുന്നത്. വീണ്ടും അടച്ചു വെച്ചൊരു 5 മിനിറ്റ് കൂടെ നമുക്ക് വേവിച്ചെടുക്കാം. ആ ഒരു സമയം കൊണ്ട് ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ആകെ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കന് ഈ വെള്ളത്തിൽ നിന്നൊന്ന് മാറ്റിയെടുക്കണം.
ചിക്കൻ എല്ലാം വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളി വെള്ളം ചേർക്കാതെ അരച്ചെടുത്തതാണ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 2.5 ഗ്ലാസ് അരിയിലേക്ക് ഞാൻ 3.25 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത്. അതിൽ 3 ഗ്ലാസ് വെള്ളം നേരത്തെ ചിക്കൻ വേവിക്കാനായിട്ട് ഒഴിച്ചു കൊടുത്തു. ഇനി 3/4 ഗ്ലാസ് കൂടെ ഒഴിച്ചു കൊടുക്കാനുണ്ട്. അത് ഞാൻ ഈ തക്കാളി അരച്ച് മിക്സ് ഒന്ന് ചുഴറ്റിയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഒരു 3 പച്ചമുളക് നെടുകെ കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉണക്കനാരങ്ങ ഒരു ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു ചിക്കൻ ക്യൂബ് കൂടെ ജസ്റ്റ് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിക്കൻ ക്യൂബ് അലിഞ്ഞു വരുന്ന സമയത്ത് ഉപ്പിന് ടേസ്റ്റ് നോക്കുക. ചോറിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഉണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട. ഇനി അഥവാ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം. അടച്ചു വെച്ചിട്ട് നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ചോറ് റെഡിയായി വരുന്ന സമയം കൊണ്ട് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുകയാണ്. അതിനുവേണ്ടി 2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് വെള്ളം എന്നിവ ചേർത്തിട്ടാണ് ഞാൻ മാരിനേറ്റ് ചെയ്തെടുക്കുന്നത്. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കന് ജസ്റ്റ് ഇതിലൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു സ്റ്റെപ്പ് നിർബന്ധമല്ല, ഓപ്ഷനിലാണ്. ഇങ്ങനെ ചെയ്താൽ നമുക്ക് ചിക്കന് കാണാൻ ഒന്നുകൂടെ ഒരു ഭംഗിയൊക്കെ ഉണ്ടാവും. അല്ലാതെ നമുക്ക് ചിക്കൻ റൈസിൻ്റെ കൂടെ കൂട്ടി കഴിക്കാവുന്നേ ഉള്ളൂ. ഇനി മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമുക്ക് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കന് നമ്മൾ നേരത്തെ തന്നെ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് കൂടുതൽ നേരമൊന്നും ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് 2-3 പ്രാവശ്യം ഒന്ന് തിരിച്ച് മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ റൈസ് കുക്കായി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തു. ഇനി നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ പീസ് ചോറിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ ഒറ്റ നടുവിലായിട്ട് ഞാൻ ചെറിയൊരു പാത്രം വെച്ച് കൊടുക്കുകയാണ്. ഇതിലേക്ക് ചൂടാക്കി വെച്ചിട്ടുള്ള ചാർക്കോൾ വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ആ ഒരു സമയത്ത് നന്നായിട്ട് പുക വരും. അപ്പോൾ തന്നെ നമുക്കിത് അടച്ചു വെക്കണം. ഇനി നമുക്ക് ഒരു 10 മിനിറ്റ് വളരെ ചെറിയ തീയിൽ ദം ചെയ്തെടുക്കണം. തീ കൂടി പോകരുത്. അപ്പോൾ 10 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കി, നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രം ഒന്ന് എടുത്തു വെക്കാം. ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിക്കൻ പീസ് മുകളിൽ നിന്ന് മാറ്റിയിട്ട് ജസ്റ്റ് റൈസ് എല്ലാം ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ഒരു പുകയുടെ ടേസ്റ്റ് കിട്ടും. പിന്നെ കളറൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ കളർ ചേർത്തതിന് ശേഷമാണ് മിക്സ് ചെയ്യേണ്ടത്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. അസ്സലാമു അലൈക്കും.